ാണ് ഇംപീഷ്യൻസ് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ഉത്തരഭഗവാന് ചുറ്റുമായിട്ട് ഇംപീഷ്യൻസ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വരുന്നവർക്കൊക്കെ കാണുന്ന ഒരു ഭംഗിയാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഈ പ്ലാന്റ്സുകൾ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഇംപീഷ്യൻസിനെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് നിർത്താമെന്നുള്ള ടിപ്സോട് കൂടിയാണ് നിങ്ങൾക്ക് ഞാൻ ഈ തവണ നമ്മുടെ ഈ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഇംപീഷ്യൻ പ്ലാന്റ്സുകൾ ഇത്രയും വെറൈറ്റികൾ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്, AR ബൊട്ടാണിക്കൽ ഹെവൻ. എല്ലാവർക്കും ഗാർഡൻ വിസിറ്റിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സുകളുടെ ഒരു ഏരിയയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ പൂക്കളിലെ സുന്ദരിയായ സലോഷിയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ ഡിസംബർ ആണല്ലോ, ഡിസംബർ കാലത്തിൽ ഏറ്റവും മനോഹരമായിട്ട് ഗാർഡൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയ സുന്ദരിയായ പുഷ്പമാണ് നമ്മുടെ സെലോഷ്യ. അപ്പോൾ ഇവർക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് നനയ്ക്കുന്ന ടൈമായി വരികയാണ്. അപ്പോൾ നിറയെ പൂക്കളുണ്ട്. ഇപ്പോൾ സെലോഷ്യ ഒരുപാട് ഫ്ലവറോടുകൂടി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സെലോഷ്യ വെറൈറ്റീസിൽ നമ്മുടെ ചീരയുടെ ഫാമിലിയിൽപ്പെട്ട സെലോഷ്യ ഇത്ര മനോഹരമായിട്ട് ഇവിടെ നിറയെ പൂക്കളായിട്ട് ഒരുപാട് ചെടികൾ നമുക്കിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സെലോഷ്യയുടെ ഏകദേശം 5 വെറൈറ്റികളോളം നമുക്കിവിടെ അവൈലബിൾ ആണ്. 5 വെറൈറ്റിയോളം നമുക്ക് സെലോഷ്യകളുണ്ട്. വളരെ മനോഹരങ്ങളായിട്ട് മഞ്ഞ ചെറിയ കവറുകളിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുത്ത് നമുക്ക് ബോർഡർ കൊടുത്തിട്ട് വീടിന് ഗാർഡൻ അറേഞ്ച്മെൻറ്റിന് ഏറ്റവും ഭംഗിയുള്ള ചെടിയാണ് ഇംപീഷ്യൻസ്. ചൈനീസ് ബേർഡ്സ് എന്ന് എല്ലാവരും പറയാറുണ്ട്. ഇതിൻ്റെ സ്റ്റമ്പുകൾ കട്ട് ചെയ്ത് നന്നായിട്ട് വെച്ച് പിടിപ്പിച്ച് നിറയെ പൂക്കളാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഞാനിവിടെ ഞങ്ങളുടെ ഗാർഡൻ എല്ലാ ഗാർഡനും ഞങ്ങൾക്ക് 12ഓളം ഷോപ്പുകളുണ്ട്. എല്ലാ ഷോപ്പുകൾക്കും വളരെ മനോഹരമായിട്ടാണ് ഇംപീഷ്യൻസ് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ഉത്തരഭഗവാന് ചുറ്റുമായിട്ട് ഇംപീഷ്യൻസ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വരുന്നവർക്കൊക്കെ കാണുന്ന ഒരു ഭംഗിയാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഈ പ്ലാന്റ്സുകൾ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഇംപീഷ്യൻസിനെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് നിർത്താമെന്നുള്ള ടിപ്സോട് കൂടിയാണ് നിങ്ങൾക്ക് ഞാൻ ഈ തവണ നമ്മുടെ ഈ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഇംപീഷ്യൻ പ്ലാന്റ്സുകൾ ഇത്രയും വെറൈറ്റികൾ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇംപീഷ്യൻസിലെ ഗാർഡിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇംപീഷ്യൻസിലെ ഗാർഡിയ വെറൈറ്റീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റമ്പുകൾ കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഗാർഡിയ വെറൈറ്റീസിൽ ഏകദേശം 3-4 വെറൈറ്റികളാണ് ഒരു സൈഡിൽ മാത്രം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടുന്ന രീതിയിൽ തന്നെ ഒരുപാട് നിറയെ പൂക്കളുണ്ടാവുന്ന മില്യൺ പ്ലാന്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. മില്യൺ പ്ലാന്റ് ആണ് ഇത്. അതേപോലെ തന്നെ മില്യൺ പ്ലാന്റും നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റീസാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടർ ഓറഞ്ച് എന്ന് പറയുന്ന വെറൈറ്റീസാണ് ഈ കാണുന്നത്. സ്റ്റാർട്ടർ ഓറഞ്ചാണ് ഈ കാണുന്നത്. ഇതൊക്കെ കപ്പുകളിൽ നന്നായിട്ട് കട്ട് ചെയ്ത് സംരക്ഷിക്കുന്ന, വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവറായി കിട്ടുന്ന ഒരിനമാണ് സ്റ്റാർട്ടർ പ്ലാന്റ്. ഇതൊക്കെ നമ്മുടെ ഇംപീഷ്യൻസിൽ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ എത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയായിട്ട് നമുക്ക് ഗാർഡൻ അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സുന്ദരി ചെടിയാണ് നമ്മുടെ വളപ്രയോഗം. അതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ വളരെ മനോഹരമായിട്ട് ഇംപീഷ്യൻസിന്റെ വളപ്രയോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നനയാണ്. ചെടി ജസ്റ്റ് ഒന്ന് തളർന്നു എന്ന് കണ്ടാൽ മാത്രമേ നന കൊടുക്കാവൂ. ഒരുപാട് വെള്ളം കൊടുക്കരുത്, ചെടികൾ അഴുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 80% ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഇംപീഷ്യൻസ്. അപ്പോൾ നല്ല ഷെയ്ഡിൽ വെക്കുകയാണെങ്കിൽ ചെടിക്ക് എപ്പോഴും പൂവുണ്ടാവും, കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല ഗ്രോത്ത് ആയിരിക്കും, ഭയങ്കരമായിട്ട് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഈ ചെടികൾക്ക് നിറയെ പൂവുണ്ടാവാൻ ഞാനൊരു ചെറിയ കുടിക്കൈ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നല്ലൊരു ടിപ്പാണ്. നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ചെടിയാണ് ഇംപീഷ്യൻ പ്ലാന്റ്സ്. ഇതെങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് ഈ ചെറിയ കവറിൽ ഇത്ര ഭംഗിയായിട്ട് പൂത്തിക്കുന്നതെന്നല്ലേ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഗാർഡനിൽ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് ഫ്ലവറിംഗിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഇംപീഷ്യൻസ്. 1-2 ചെടികളൊക്കെ ഒരുമിച്ച് വെച്ച് നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്ത് നിർത്താൻ പറ്റുന്ന ചെടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇംപീഷ്യൻ പ്ലാന്റ്സ് ഇത്രയും ഭംഗിയായിട്ട് സെറ്റ് ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞുതരാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇവിടെ ഈ ചെടികളെല്ലാം ചെറിയ സ്റ്റമ്പുകൾ വെച്ച് പിടിപ്പിച്ചാണ് ഈ പ്ലാന്റുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു കാരണം നമ്മൾ ചെടികൾക്ക് കൂടുതലായിട്ട് നന ഒഴിവാക്കേണ്ടതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ചെടികൾക്ക് ആവശ്യത്തിന് മാത്രം നന മതി. അതുപോലെ തന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് ചെടികളെ വെക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഈ ചെടികൾക്ക് ഭയങ്കരമായിട്ട് വെയിൽ ആവശ്യമില്ല. ചെടികൾക്ക് ഒരു 80% ഷെയ്ഡ് എവിടെ കിട്ടുന്നോ അവിടെ നല്ല ഭംഗിയായിട്ട് ഈ ചെടികൾ വളരെയും ശരിക്കും പൂക്കളുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ചെടികളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ലൊരു പൊടിക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലിറ്റർ വെള്ളം എടുക്കുക. 5 ലിറ്റർ വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് നമുക്ക് ആൻറ്റി ഫംഗലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്യൂഡോമോണസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുമ്മായം എടുക്കാം. ഇത്
ഒരു 2 ടേബിൾ സ്പൂൺ 5 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കുക. കലക്കിയതിന് ശേഷം ഒരു 2 അല്ലെങ്കിൽ 3 തരി അല്ലെങ്കിൽ നിങ്ങളൊരു 5 ഗ്രാം അല്ലെങ്കിൽ ഒരു 3 ഗ്രാം കണക്ക് കൂട്ടിയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുക്കുക. അത് വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഈ നമ്മുടെ കുമ്മായം അതല്ലെങ്കിൽ സൂഡോമോണസിലേക്ക് ചേർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിനെ നന്നായിട്ട് കലക്കിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ, അന്ന് ദിവസം എടുക്കാൻ പാടില്ല, പിറ്റേന്ന് രാവിലെ ആ കലക്കി വെച്ചിരിക്കുന്ന ആ ലായനി 2 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ എന്നുള്ള രീതിയിൽ കലക്കി ഈ ചെടികൾക്ക് ആഴ്ചയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടി അഴുകിപ്പോലും കട ചെയ്യല്, ചെടികൾക്കുണ്ടാവുന്ന ഇലകൾ ഉണങ്ങിപ്പോകല്, ഈ കാര്യങ്ങൾക്ക് ഇടുന്നെല്ലാം ചെടികളെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഗ്രോത്ത് ആക്കി നമുക്ക് എടുത്ത് സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ നല്ലൊരു കാര്യം. അപ്പോൾ ശരിക്ക് ഈ ചെടികൾ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് മാത്രം നമ്മുടെ കയ്യിൽ കുറച്ച് സൂഡോമോണസ് മാത്രം മതി, വളരെ മനോഹരമായിട്ട് ഈ ചെടികളെ നമുക്ക് സംരക്ഷിച്ച് ഗാർഡനിൽ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് ബ്രാഞ്ചസ് എടുത്തിട്ട് വേറെ പോട്ടിലേക്ക് മാറ്റാൻ തീർച്ചയായിട്ടും നമുക്ക് ഈ ചെടിയുടെ ഇത്ര ഒരു ഭാഗം മാത്രം മതി നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ചെടിയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ എന്തിട്ട് കൊടുക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതാണ്? തുടക്കത്തിൽ നമ്മൾ വളങ്ങൾ ചേർത്ത മണ്ണ് ഒഴിവാക്കുക. സാധാരണ കല്ലുള്ള മണ്ണെടുക്കുക, കല്ലും തരികളുമായിട്ടുള്ള മണ്ണെടുക്കുക. ആ മണ്ണിലേക്ക് ഒരു ഇത്രയും ഭാഗത്തിൽ മതിയാവും. നമുക്ക് ഒരു 4 ഇഞ്ച് കനത്തിലുള്ള ഒരു ചെടിയുടെ സ്റ്റമ്പ് മുറിച്ചെടുത്ത് അതിനെ നമുക്ക് ചട്ടിയിലേക്ക് കുഴിച്ച് വെച്ച് തണലത്ത് വെച്ച് ഒരു 7 ദിവസമെങ്കിലും തണലത്തിരിക്കുമ്പോൾ ചെടി നല്ല ഗ്രോത്ത് ആയിട്ട് കയറി വരും. അതിന് നന കുറച്ച് മതി, നന ഒരുപാട് കൊടുക്കാൻ പാടില്ല. നന കൂടിയാൽ അഴുകിപ്പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് സ്റ്റമ്പിന് നന കുറച്ച്, സ്റ്റമ്പിനെ 7 ദിവസം നല്ല തണലത്ത് വെച്ച് വളർത്തിയെടുക്കുക. ഹ്യൂമിഡിറ്റി ചേമ്പർ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും സൈഡുകളിൽ വെച്ചിട്ട് നന കുറച്ച് തണലുള്ളിടത്തേക്ക് വെച്ച് അവരെ നൂത്ത് വളർത്തിയെടുത്തതിന് ശേഷം നമുക്ക് വലിയ പോട്ടുകളിലേക്ക് മാറ്റി സംരക്ഷിക്കാവുന്നതാണ്. ഗാർഡൻ അറേഞ്ച്മെൻറ്റിനും ഫ്ലവർ ബൊക്കെ സെറ്റ് ചെയ്യുന്നതിനും വളരെ ഭംഗിയായിട്ടുള്ള ഒരു ചെടിയാണ് ക്രൈസാന്തിമ. ക്രൈസാന്തിമ ഏകദേശം ഒരു 10 കളേഴ്സിൽ വരുന്നുണ്ട്, 10 വെറൈറ്റീസിലാണ് വരുന്നത്. അതിൽ മെയിനായിട്ട് കൂടുതൽ കാണപ്പെടുന്നത് ഈ ആഷ്ബെറി ഓറഞ്ചാണ്. ആഷ്ബെറി ഓറഞ്ചും പിന്നെ അതുപോലെ തന്നെ വൈറ്റ്, യെല്ലോ, ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ ഒക്കെ ആയിട്ടാണ് മെയിനായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാൽ മിക്സ്ഡ് കളറുകൾ, 3 വെറൈറ്റി മിക്സ്ഡ് കളറുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. 3-4 ടൈപ്പിൽ മിക്സ്ഡ് കളറുകൾ വരുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് ഗാർഡൻ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചെടിയാണ് കലാഞ്ചിയോ. നമുക്കിവിടെ നല്ല ഫ്ലവറിങ് പ്ലാന്റ്സുകളുണ്ട്. ഇപ്പോൾ ഫ്ലവർ കഴിഞ്ഞാലും നമുക്ക് നെക്സ്റ്റ് അടുത്ത പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനത്തിൽപ്പെട്ട ചെടിയാണ് കലാഞ്ചിയോ. ഇതും ഇതുപോലെ തന്നെ നമുക്ക് ഇവരൊക്കെ സംരക്ഷിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റ്സുകൾ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പോട്ടിൽ നിന്ന് മണ്ണിളക്കി നമ്മൾ പുതിയ പോട്ടിലേക്ക് വെക്കുമ്പോൾ ആവശ്യത്തിന് വളം കുറച്ച് വേണം നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യാൻ. ചെടി നല്ല ഗ്രോത്ത് ആയ ശേഷം മാത്രം വളം കൊടുക്കുക. ഇത് മാത്രമേ നല്ല വൃത്തിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഗാർഡൻ അറേഞ്ച്മെൻറ്റ് ഫ്ലവറിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ്. കലാഞ്ചിയോ, ക്രൈസാന്തിമ, ഇംപീഷ്യൻസ്, നമ്മുടെ സെലോഷ്യ, ഇതൊക്കെ ഇങ്ങനെ വരുന്ന പ്ലാന്റ്സുകളാണ് നമുക്കുള്ളത്. നമുക്ക് എയർ ബൊട്ടാണിക്കൽ ഹെവൻ എപ്പോഴും ഫ്ലവറിങ് പ്ലാന്റ്സുകൾക്ക് മുൻഗണന കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് പ്ലാന്റുകളെ എപ്പോഴും സെറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൽ കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും കസ്റ്റമർക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അത് വീട്ടിലേക്ക് സെറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ ഫ്ലോറോട് കൂടിയുള്ള നല്ല ഗ്രോത്തുള്ള പ്ലാന്റ്സുകളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള മെഡിസിൻസുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ മറ്റൊരു കളക്ഷൻസ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജെർബറയാണ്. ജെർബറ പ്ലാന്റ്സുകൾ ഒരുപാട് വെറൈറ്റീസുകൾ നമുക്കിവിടെ ഉണ്ട്. ഡബിൾ ഷെയ്ഡ് ജെർബറാസുകൾ നമുക്കിവിടെ കാണാം. ഡബിൾ ഷെയ്ഡ്, സൺസ്റ്റാർ, ഡറോ വൈറ്റ്, ക്യാപിനസ് ഓറഞ്ച്, മിൽഡ റെഡ്. മിൽഡ റെഡ് നമുക്കിപ്പോൾ മിൽഡ ഈ വെറൈറ്റി മിൽഡയിൽ പെടുന്നതാണ്. ക്യാപിനസ് ഓറഞ്ച് ആ കാണുന്ന ഓറഞ്ചാണ്, അത് ആ ക്യാപിനസ് ഓറഞ്ചാണ്. ഇത് സൺസ്റ്റാറാണ് ഈ കാണുന്നത്. സെഡോമേരി യെല്ലോയാണ് ആ കാണുന്നത്. ഇവയെല്ലാം നിറച്ച് പൂവുണ്ട് ഇവിടെ. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചെറുപറ നിറച്ച് ഒരുപാട് ഫ്ലവറുകൾ നമുക്ക് കാണാം. ഒരുപാട് വെറൈറ്റീസുകൾ ഇതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സിൽ ചെറുപറയൊക്കെ നിറച്ച് പൂക്കളുള്ള ചെടികൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നന്നായിട്ട് കസ്റ്റമർക്ക് നന്നായിട്ട് തന്നെ സംരക്ഷിച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ്. നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ഉണ്ടായി വരുന്ന ചെടികളാണ്. ഇതിന് പുറമെ പിന്നെ കുറച്ച് ബോൺസായികൾ നമുക്കുണ്ട്. അതായത് 40 വർഷം പഴക്കമുള്ള ഒരു സുന്ദരി ബോൺസായി ആണ്, പുളിയാണ്. ഇതിപ്പോ ഇതേ നിറയെ പുളിയാണ്, കണ്ടോ? ഇതെല്ലാം പൂക്കളാണ്, നിറയെ കായുണ്ടാവും. ഇത് ഈ കാണുന്നതിലെല്ലാം പൂക്കളുണ്ടാവും. 40 വർഷം പഴക്കമായതാണ് ഇദ്ദേഹം, കണ്ടോ? അതാ നിറയെ പൂവായിട്ടുണ്ട്. ഈ പൂക്കള് എല്ലാം കഴിഞ്ഞ ശേഷം നിറയെ
ഒരുപാട് ശരിക്ക് കായ്കളും ഉണ്ടാവാറുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇനം ബോൺസായികളാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ഇതിന് പുറമെ നല്ല ഭംഗിയുള്ള ഇലച്ചെടികൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മളിവിടെ കളക്ഷൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമുക്കൊരു അഗ്ലോണിമയുടെ കളക്ഷൻസ് ഉണ്ട്, ബിഗോണിയയുടെ കളക്ഷൻസ് ഉണ്ട്. ഇത് ബിഗോണിയ കളക്ഷൻസ് ആണ്. ഈ കാണുന്ന നമ്മുടെ ബിഗോണിയയുടെ കളക്ഷൻസ് ആണ്. മാക്സിമം വെറൈറ്റീസ് ബിഗോണിയാസ്, മരാന്ത, ഹോയ, ഇങ്ങനെയുള്ള നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഐറ്റംസുകളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പോത്തോസുകളാണ്, മണി പ്ലാന്റ്സ് വെറൈറ്റീസുകളാണ് ഈ ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഇതെല്ലാം മണി പ്ലാന്റ്സ് വെറൈറ്റീസ് ആണ് ഈ ചെയ്തിരിക്കുന്ന വെറൈറ്റികൾ. മാക്സിമം നല്ല വെറൈറ്റീസ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കസ്റ്റമർക്ക് കാണുമ്പോൾ തന്നെ എടുക്കാനുള്ള ഒരു ടെൻഡൻസിയിലാണ് എല്ലാ പ്ലാന്റ്സുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഇലകൾ ഒടിച്ചു വെച്ചാൽ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ബിഗോണിയാസ് എല്ലാം പിടിപ്പിക്കാൻ പറ്റുന്നത്. ഇവിടെ ഇലകൾ കുത്തിപ്പിടിപ്പിച്ച് ചെറിയ തൈകൾ 80 രൂപ നിരക്കിലാണ് ഞങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. 80 രൂപ മാത്രമാണ് നമുക്ക് ഈ ചെറിയ പോട്ടുകളിലുള്ള ഈ ചെടികൾക്ക് വില വരുന്നത്. ഇതെല്ലാം നമ്മളിവിടെ ഇലകൾ കുത്തിപ്പിടിപ്പിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഉണ്ടാവുന്ന ഇനങ്ങൾ ബിഗോണിയാസ് ആണ്. ഇത് കെയിൻ ബിഗോണിയാസുകളാണ്. ബാക്കിയൊക്കെ ലോട്ടസ് ഇനങ്ങളാണ്. ലോട്ടസ് ബിഗോണിയാസുകളാണ് ഈ കാണുന്ന ഇനങ്ങളെല്ലാം. ഇതെല്ലാം കെയിൻ ബിഗോണിയാസും മറ്റും അല്ലാത്ത രീതിയിലുള്ള ബിഗോണിയാസിൻ്റെയും കളക്ഷൻസാണ് ഈ കാണുന്നതെല്ലാം. ഈ കാണുന്നത് നമ്മുടെ ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിൽ പെടുന്ന നല്ല വലിയ ലീഫോട് കൂടി, അതായത് നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇനത്തിലുള്ള നല്ല സുന്ദരിയായ ഒരു ചെടിയാണ്. ഇതിൻ്റെ പല വെറൈറ്റീസുകൾ നമുക്ക് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസുകൾ പല വെറൈറ്റീസുകൾ നമുക്ക് വരുന്നുണ്ട്. ഇതിൽ മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇനമാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഫിലോഡൻഡ്രോൺ ഫാമിലീസാണ്. ഫിലോഡൻഡ്രോൺ ഫാമിലീസിൽ പെടുന്ന ഇനമാണ്. ഇത് നമുക്കിവിടെ പുറത്തും ഒരുപാട് ചെടികൾ ഇരിപ്പുണ്ട്. ക്രോട്ടൺസ് ഇനങ്ങൾ, ഒരുപാട് ക്രോട്ടൺസുകൾ ചെടികൾ, ഇലച്ചെടികളിൽ ക്രോട്ടൺസ് ഇനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇതെല്ലാം ക്രോട്ടൺസുകളുടെ വെറൈറ്റീസുകളാണ്. നല്ല ഇനം ക്രോട്ടൺസുകൾ ചെയ്യുന്നുണ്ട്. കലേഡിയം പ്ലാന്റ് ഉണ്ട്. കലേഡിയം, അഗ്ലോണിമ, കലാത്തിയ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസുകൾ ചെയ്യുന്നുണ്ട്. ഫേൺ ഐറ്റംസ് ഒക്കെ നമുക്കിവിടെ ഒരുപാട് അവൈലബിൾ ആണ്. മാക്സിമം എല്ലാ വെറൈറ്റീസുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് AR ബൊട്ടാണിക്കൽ ഹെവൻ കർഷകർക്ക് അല്ലെങ്കിൽ ഞങ്ങളെ സമീപിച്ചിരുന്ന എല്ലാ വ്യക്തികൾക്കും നല്ല പ്ലാന്റ്സുകൾ കൊടുക്കുക. വളരെ മനോഹരമായിട്ടുള്ള പ്ലാന്റ്സുകൾ അല്ലെങ്കിൽ ഫ്ലവറിംഗ് ആയിട്ടുള്ള വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇപ്പോൾ 5ാമത്തെ വർഷമാണ്. ഈ 5 വർഷത്തിനിടയിൽ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഇത്രയും വെറൈറ്റികൾ കണ്ടെത്താനും ഇത്ര നല്ല രീതിയിൽ ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ പറ്റുന്നത് വലിയധികം സന്തോഷമാണ്. ഇത് മിനിയേച്ചർ ആന്തൂര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ഇൻഡോറായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മിനിയേച്ചർ പ്ലാന്റ്സ് ആന്തോറിയംസ് ആണ് ഈ ഇരിക്കുന്നത്. ഇത് വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇൻഡോറുകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി മിനിയേച്ചർ ആന്തോറിയമാണ് ഈ കാണുന്നതൊക്കെ. ഞങ്ങളുടെ ചെടികൾ മാത്രമല്ല, ചെടികൾക്ക് ആവശ്യമായ അതിനെ സംരക്ഷിക്കുന്ന പോട്ടുകളും ഇൻഡോർ ഔട്ട്ഡോർ പോട്ടുകൾ, അതുപോലെ ചെടികൾക്ക് ആവശ്യമുള്ള മെഡിസിൻസുകൾ, ഗ്രോത്തിന് ആവശ്യമുള്ള മെഡിസിൻസുകൾ, ഫംഗലിന് ആവശ്യമുള്ള മെഡിസിൻസുകൾ, അതുപയോഗിക്കുന്ന സോയിൽസുകൾ, വളം, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഇരിക്കുന്നതെല്ലാം മെഡിസിൻസുകളാണ്. ചെടികൾക്ക് ആവശ്യമുള്ള മെഡിസിനുകളും അതുപോലെ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് മെഡിസിൻസുകൾ, ഓർഗാനിക്കലായിട്ടുള്ള മെഡിസിൻസാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. കെമിക്കൽ മെഡിസിൻസുകളൊന്നും തന്നെ നമ്മളിവിടെ അലോഡ് ചെയ്തിട്ടില്ല. നമ്മളെല്ലാം ഓർഗാനിക്കലായിട്ട് ചെയ്ത് ഓർഗാനിക്കലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓർഗാനിക്കൽ മെഡിസിൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചെടികളെ ലോങ് ലൈഫ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. കാരണം അപ്പം ബുദ്ധിമുട്ടില്ലാതെ ചെടികളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതിന് പറ്റിയ രീതിയിലുള്ള ഇൻഡോർ ഔട്ട്ഡോർ പോട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റോൺ ഐറ്റംസുകളുണ്ട്. നമ്മൾ പോട്ടുകൾ സെറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോണുകൾ ഒക്കെ പല വെറൈറ്റി സ്റ്റോണുകളാണ് നമുക്കുള്ളത്. ഈ സ്റ്റോണുകൾ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗാർഡൻ അറേഞ്ച്മെൻറ്റിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും, ഗാർഡൻ ആക്സസറീസ് ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും നമ്മുടെ AR ബൊട്ടാണിക്കൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഔട്ട്ഡോർ ഫ്ലവറിംഗ് പ്ലാന്റ്സുകളെ പരിചയപ്പെടുകയും അവയെ നിങ്ങൾക്ക് സ്വന്തമാക്കാനും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ആലുവയിലുള്ള ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മനോഹരങ്ങളായ ഷോപ്പുകൾ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തും
കോട്ടയത്തും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നെക്സ്റ്റ് ഒരു വീഡിയോസിൽ മറ്റു ഷോപ്പുകളെല്ലാം പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഏകദേശം രാത്രിയായി തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ട് ഒരുപാട് മാക്സിമം എത്രത്തോളം പ്ലാന്റ്സുകൾ എത്തിക്കാൻ പറ്റുമോ അത്രയും ഞങ്ങളുടെ വീഡിയോയിലൂടെ പിടിച്ച് മാക്സിമം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇതിനപ്പുറത്തേക്ക് വളരെ മനോഹരങ്ങളായുള്ള പ്ലാന്റ്സുകളും ഇലച്ചെടികളും ഒക്കെ കൊണ്ട് നല്ലൊരു വർണ്ണ വിസ്മയം ഒരുക്കിക്കൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. ബൊട്ടാണിക്കൽ ഹെവൻ്റെ ബൊട്ടാണിക്കൽ ഹെവൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോസ് വളരെ എത്തുന്നതാണ്. അതിൽ വളരെ മനോഹരങ്ങളായ ഇലച്ചെടികളും പൂച്ചെടികളും ഇൻഡോർ പ്ലാന്റ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരങ്ങളായ ഒരു വീഡിയോസ് കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്.